ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ മൂന്നാമത്തെ ടേക്കാണ്. ഞാൻ ഈ പറഞ്ഞ ഫങ്ഷൻ ഫീച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം എടുത്തില്ല. പക്ഷേ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളതിന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തത് ഒരുപാട് സമയമാണ്. എനിക്ക് സമയം പറയാൻ പറ്റുന്നത്, ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെ പഠിപ്പിച്ചാലാണത് മനസ്സിലാവുക ഞാൻ കുറേ നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതായിരിക്കും എൻ്റെ പെർഫെക്റ്റ് വേർഷൻ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ബൂട്ട് ക്യാമ്പ്സിലൊന്നും ഈ പറഞ്ഞ ഫീച്ചേഴ്സ് നമ്മൾ എടുക്കാറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ഫീച്ചറാണ്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ഒന്നുമല്ല. അപ്പോൾ ഞാൻ എന്തിനിത് എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനിങ് ക്വാളിറ്റി എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇതിൻ്റെ പേരിലാണ് ഞാൻ എടുത്തത്. അതുമാത്രമല്ല, ഇതിൻ്റെ അവസാനത്തിൽ നമ്മുടെ വരുന്ന പ്രോജക്റ്റിൽ ഈ ഫീച്ചർ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഫീച്ചർ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ വീഡിയോയുടെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ യാത്രയ്ക്കിടയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചും ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് എൻ്റെ വർക്ക് എത്തിക്സ് മോശമാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഭയങ്കര മോശപ്പെട്ട രീതിയാണ്, ഇങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ഇടുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഒരു വർക്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമ്മൾ ചുമ്മാതിരുന്ന് ഒരുപാട് നേരം കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്നു, വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നതാണോ, അതോ നമ്മൾ സ്മാർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് പണി തീർത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തുള്ളൂ. ഞാൻ എപ്പോഴും സ്മാർട്ടായിട്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കും. അതേപോലെ ഞാൻ മറ്റുള്ള തലയ്ക്ക് വെച്ചെടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഞാനത് പരിഹരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ കൊമൻറ്റ്സിൽ ലാംഗ്വേജ് മൈൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ വിനീതമായിട്ട് പറയുകയാണ്. കാരണം ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ച് വരുത്തി വീഡിയോ കാണിക്കുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും സബ്സ്ക്രിപ്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. രണ്ടാമത്തെ കേസ് മറ്റേ വൈബ് കോഡിങ്ങിനെ കുറിച്ചാണ്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടാണ് റീൽസിലൊക്കെ വൈബ് കോഡിങ് ഇല്ലാത്തവരെ മടലെടുത്തടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ്. അപ്പം ചില ആൾക്കാർ ഇതേപോലെ ഈ IT പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത് IT സ്ട്രെസ്സാണ്, ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ലോഡുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾ ഉറങ്ങുന്നില്ല, ഞങ്ങൾ രാത്രിയും പകലുമില്ലാതെ കോഡ് എഴുതുന്നു. അതൊക്കെയാണ് നിങ്ങൾ കണ്ടേക്കുന്ന ട്രഡീഷണൽ IT എൻ്റർപ്രൈസിൽ ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പൊതുവേ കാണുന്നത് അങ്ങനെയായിരിക്കാം. ഞാനും IT വരുമ്പോൾ എല്ലാവരും പറഞ്ഞ ഇതുപോലെയായിരുന്നു. എപ്പോഴും സിസ്റ്റത്തിൽ മുമ്പിരിക്കണം, നടുവേദനയുണ്ടാവും, കണ്ണുവേദനയുണ്ടാവും, കണ്ണിൻ്റെ കാഴ്ച പോകും, അങ്ങനെയെന്ന് പറയും. പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാരുടെ ലേസിനെസ് മനസ്സിലാവുന്നത്. അത് നല്ല രീതിയിൽ മുതലെടുത്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ വർക്ക് കഴിയും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, മറ്റുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറയേണ്ട കാരണം എന്തുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു വർക്ക് കൾച്ചർ അല്ല IT എന്ന് പറയലാണ് എൻ്റെ ഉദ്ദേശം. അതിനാണ് ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഫ്ലെക്സിബിളാണ്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം IT അത്രയും സ്ട്രെസ് ഫ്രീ ആണെന്ന് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ ചിലർ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ലിറ്ററൽ മീൻ ചെയ്തതിന് ശേഷം അവർ പറയുകയാണ് വർക്ക് എത്തിക്സ് മോശമാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടി പറയാം. 7 വർഷം ആക്സെഞ്ചറിൽ 8ഓളം പ്രോജക്ട്സിൽ, അതായത് ഇൻ്റർനാഷണൽ ക്ലയൻസിനിടയ്ക്ക് കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ, ഗോൾഡൻ കസ്റ്റമേഴ്സിൻ്റെ കൂടെ. അപ്പം ഒരിക്കലും ഒരു മണ്ടന്മാരല്ലല്ലോ എന്നെ ഈ പറഞ്ഞ വെറുതെ പൈസ തന്നിരുത്താൻ വേണ്ടിയിട്ട്. അപ്പം വൈബ് കോഡിങ് പഠിച്ചാൽ എന്താകും എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ്, AI ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങളൊരു നല്ലൊരു പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ വൈബ് കോഡിങ് പഠിച്ചാൽ നിങ്ങൾ ഈ കാലത്തിൽ IT നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിനകത്ത് നിങ്ങളാണ് പൊട്ടൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ ടീം വളരെ വീക്കാണ്, നിങ്ങളുടെ ടീം അത്രയും ക്വാളിഫൈഡ് അല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആ ബിഹൈൻഡ് ദ സീൻസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരുന്ന ട്രബിൾ ഷൂട്ടിങ് പ്രശ്നമാവും. പിന്നെ നിങ്ങളുടെ മൊത്തത്തിൽ പാടുമെന്ന് വെച്ചാൽ കോഡ് മൊത്തത്തിൽ നിങ്ങൾ കുളമായിട്ടായിരിക്കും എഴുതുന്നത്. അത് മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ള ഡെവലപ്പേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് എൻ്റെ കോഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയോ റിസോഴ്സസ് നിങ്ങൾ കണ്ടിട്ടായിരിക്കും എൻ്റെ ഈ കോഴ്സിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര നാളായിട്ടും പൈത്തൺ പഠിച്ചില്ല? എത്ര നാളായിട്ടും നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പൈത്തൻ്റെ മൊഡ്യൂൾ കിടക്കുന്ന യൂട്യൂബിൽ എത്രയോ വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോയുടെ മുമ്പിൽ ഒരാളെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ, ഞാനൊരു ന്യൂ കമറാണ്, ഞാൻ ഒരാഴ്ച ആയിട്ടുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും പൈത്തൺ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ കോഴ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് മെസ്സേജിന് റിപ്ലൈ കിട്ടും, അത് ചെയ്യാൻ പറ്റും. അപ്പം
ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് പറഞ്ഞത് ഫങ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു സാധനമാണ്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തുള്ളൊരു സ്പെഷ്യൽ ഫീച്ചറിനെ കുറിച്ചാണ്. ആ സ്പെഷ്യൽ ഫീച്ചറിലൂടെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. മറ്റേത് ഫങ്ഷൻ പറഞ്ഞു പോകാനാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഐ എം റെക്കോർഡിംഗ് ദ സ്ക്രീൻ. ഓക്കെ, വോയിസ് റെക്കോർഡിംഗ്. നമുക്കറിയാം പൈത്തണിൽ anything in Python is fetch. Anything in Python is an object. എല്ലാം ഓബ്ജക്റ്റാണ് പൈത്തണിൽ. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റൊക്കെ പൈത്തണിലേക്ക് അഡാപ്റ്റ് ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പൈത്തൺ പറയും ഇത് ഗോ ലാംഗ്വേജ് ആയിരുന്നു, ഇൻ്റർപ്രിറ്റർ മാറിപ്പോയി. അപ്പോൾ പൈത്തൺ പറയും അത് ഇൻറ്റിജർ സ്ട്രിങ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് സൈസ് ദി എക്സ് വേരിയബിൾ which means the value assigned into it is an object of a class called string. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഒറ്റ ലൈനിൽ തീർക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് ഇന്നർ മീനിങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ പറയാണ് നമ്മൾ എക്സ് എന്ന വേരിയബിൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ അതിനകത്ത് ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ആ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് എന്താണ്? പൈത്തൻ്റെ കേസിൽ അതൊരു ഒബ്ജക്റ്റാണ്. എന്ത് ക്ലാസ്? സ്ട്രിങ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് സ്ട്രിങ്സ്. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയാണ് ഒബ്ജക്റ്റ് എന്നാൽ ഒരു ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ്. ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ സ്ട്രിങ്, ഇനിയിപ്പോൾ നമ്പർ ആണെങ്കിൽ അത് ഇൻറ്റിജർ ആണെന്ന് പറയും. ഇൻറ്റിജർ ഓഫ് ക്ലാസ് ഓഫ് ഇൻറ്റിജർ എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പൈത്തണിലൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിളിക്കണമെങ്കിൽ ഒബ്ജക്റ്റ് ഹാസ് എ ടൈപ്പ്, it has properties and may have some methods. നമ്മൾ മനസ്സിലാക്കിയതാണ് പണ്ട്. അല്ല, ഇത് കുറച്ച് ആൾ ഇപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ പ്രിൻറ്റ്. ഇപ്പോൾ ഞാനത് VS കോഡിൽ കാണിക്കാം. എന്താണ്? നമ്മളിപ്പോൾ എൻ്റെ പേര് അബു ഹാരിസ് ആണെങ്കിൽ അബു ഹാരിസ് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിനകത്തൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് എന്താണ്? ടൈപ്പ് എന്ന് പറഞ്ഞത് ഒരു സ്ട്രിങ് ആണ്, ക്ലാസ് സ്ട്രിങ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ ടൈപ്പ് അല്ലാതെ പ്രിൻ്റ് ചെയ്യുന്നു നെയിം ഡോട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്. ക്യാപിറ്റലൈസ് ചെയ്യാം. ഇപ്പോൾ അപ്പർ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പർന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെറ്റേഴ്സ് മൊത്തം അപ്പർ കേസിലേക്ക് മാറും. അബു ഹാരിസ് എന്ന് പറഞ്ഞാൽ അബു ഹാരിസിലേക്ക് അപ്പർ കേസിലേക്ക് മാറ്റി. അതേപോലെ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്ന് വെച്ചാൽ അബു ഹാരിസിന് സർട്ടൺ സ്ട്രിങ് ക്വാളിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മെത്തേഡ്സിനും എല്ലാ ഡേറ്റ ടൈപ്പിനും ഇതുമായിട്ട് അസോസിയേറ്റ്. എന്ന് വെച്ചാൽ ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് സോർട്ടിങ്, അപ്പെൻഡിങ് അതുപോലുള്ള മെത്തേഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പൈത്തണിലുള്ള എല്ലാം ഓബ്ജക്റ്റ് ആണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെയാണ് നമ്മൾ അടുത്തൊരു ഫീച്ചർ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ അതെനിക്കൊന്ന് പൈത്തൻ്റെ ഫീച്ചറൊന്നുമല്ല, എല്ലാ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് if an object to be called as a first class citizen ആണെന്ന് പറയണമെങ്കിൽ it has to meet four criteria. അതിൽ നമ്മൾ 3 ക്രൈറ്റീരിയ പറയുന്നുള്ളൂ ഇന്നത്തെ ദിവസം. കാരണം 4ാമത്തെ ക്രൈറ്റീരിയ ഇച്ചിരി ടഫാണ്. ടഫെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നുണ്ട് എന്നനുസരിച്ചാണ് ഞാൻ 4ാമത്തെ എടുത്തോളൂ. എന്ന് വെച്ചാൽ 3 എണ്ണത്തിൽ ഞാൻ ഇന്ന് നിർത്തും. 3 എണ്ണത്തിൽ നിങ്ങൾ 2 എണ്ണം എളുപ്പമാണ്. അതിൽ ഒരെണ്ണം ഞാൻ പറയാം അത് ഏതാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് ടഫായിട്ട് എവിടെയെങ്കിലും തോന്നുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങളത് പഠിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ എപ്പിസോഡ് ഞാൻ റിലീസ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ഒരു 2 ദിവസം കാത്തിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വേറെ കമൻസ് ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത 4ാമത്തെ ഫീച്ചറിലേക്ക് പോവും, ആ ക്രൈറ്റീരിയയിലേക്ക് പോവും. അത് ഇച്ചിരി ടഫാണ്. 3ാമത്തെ ക്രൈറ്റീരിയ മനസ്സിലായില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ടഫ്. അത് പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് തന്നെ കുറേ കഷ്ടപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല, പഠിച്ച് എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിപ്പം ഞാൻ ഒന്ന് ട്രൈ നോക്കുകയാണ് ഈ വീഡിയോ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ.
അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ an object can be assigned into a variable. ഒരു വേരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നം ഈസ് ഈക്വൽ ടു 10 അല്ലെങ്കിൽ നെയിം ഈസ് ഈക്വൽ ടു അബു ഹാരിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടേക്കുന്ന വേരിയബിൾ അസൈൻമെൻറ്റ് ഒരു ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒബ്ജക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ഇത് ഒന്നാമത്തെ കേസ്, വളരെ സിമ്പിളാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ an object can be included into a data structure. നമ്മൾ പറഞ്ഞു ഡേറ്റ സ്ട്രക്ചറും ഡേറ്റ ടൈപ്പും രണ്ടാണ്. ഒന്ന് പ്രിമിറ്റീവും മറ്റ് നോൺ പ്രിമിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, മൈ ലിസ്റ്റ് എന്ന ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അത് ലിസ്റ്റാണ്. ലിസ്റ്റിനകത്ത് ഞാൻ പറയുന്നു 10 ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ പറഞ്ഞ അബു ഹാരിസിനെ ആഡ് ചെയ്യുന്നു. അതിപ്പോൾ ഇതിപ്പം വേണമെങ്കിൽ മറ്റൊരു ലിസ്റ്റും ആവാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു അതുപോലെ പ്രിമിറ്റീവോ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പോ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇത് ഡിക്ഷണറീസ് ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്കൊരു ഒബ്ജക്റ്റിനെ അതിലേക്ക് എന്താ പറയുക ഒരു എലമെൻ്റായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? രണ്ടെണ്ണം ഓക്കെയാണ്. ഇത് പറയാമെങ്കിൽ എളുപ്പം. ഇത് പറയാൻ 5 മിനിറ്റ് പോലും വേണ്ട. മൂന്നാമത്തതാണ് എനിക്ക് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിക്കുക. അതായത് നിങ്ങൾ ഇനി കാണാതെ കോഡ് എഴുതണം. അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചുമ്മാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കലല്ല, മനസ്സിലാക്കി ഓരോ ലൈനും എഴുതലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായാലും ഈ വീഡിയോ ഇടുന്നത്. അപ്പം മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇൻഡിജേഴ്സ് മാത്രം എടുക്കും. ഞാൻ ഫംഗ്ഷൻസിലേക്ക് പോയിട്ടില്ല. ഞാൻ സാധാരണ നമ്മുടെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സും ഡേറ്റ സ്ട്രക്ചേഴ്സും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒബ്ജക്ട്സ് ആണ് അതും. അപ്പോൾ അത് മാത്രം വെച്ച് ഞാൻ പറയാം. മറ്റേലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ an object can be passed as an argument into a function. ഓക്കെ, നമ്മൾ സാധാരണ കണ്ടാണ് പ്രിൻറ്റ് 10 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ഈ ആർഗ്യുമെൻറ്റ്, അതായത് നമ്മുടെ പാരാമീറ്റർ, ഈ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോവാം. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം അതിനകത്ത് സ്ട്രിങ് കോട്ട് ഇടണോ, സിംഗിൾ കോട്ട് ഇടണോ, ഡബിൾ കോട്ട് ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് വേരിയബിളാണെന്ന് പറഞ്ഞാൽ വേരിയബിളിന് കോട്ട് ഇടാറുണ്ടോ? ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാൽ അത് സ്ട്രിങ് അല്ല, അത് വേരിയബിളാണ്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ the real values assigned into a variable. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ നം എന്ന് പറഞ്ഞത് വേരിയബിളാണ്. അതിനെ ഞാൻ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. 10 എന്ന് പറഞ്ഞത് അതിൻ്റെ വാല്യൂ ആണ്. അതിനെ ഞാൻ വിളിക്കുന്നു? ഇതിനെ ഞാൻ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. ഇതിനെ ഞാൻ ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഒരു ഫംഗ്ഷൻ ഡിഫിനിഷൻ എങ്ങനെയാണ്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിഫ് എന്ന് പറഞ്ഞാൽ കീവേഡ് ഉണ്ട്, ഫംഗ്ഷൻ നെയിം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാണ് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. അതിനകത്ത് ഞാൻ പറയാണ് ഒരു വാല്യൂ പാസ് ചെയ്യണം, കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, കാരണം അത് സ്വീറ്റ് ഓഫ് കോഡാണ്. അതിനുശേഷം ഞാൻ പറയാണ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻസിനകത്ത് വരുമ്പോൾ നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചു. പ്രിൻ്റ് ഒരു ഫംഗ്ഷനാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്നതാണ് റിട്ടേൺ. ഓക്കെ, പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ക്യാൻ ബി യൂസ്ഡ് എനിവേ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് പക്ഷേ അത് റീയൂസബിൾ അല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വീണ്ടും പ്രിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഡീബഗിങ്ങിനും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ പറഞ്ഞ പിൻ ഫംഗ്ഷൻ. അതൊരു ഫംഗ്ഷനാണ്. എന്നാൽ റിട്ടേൺ കീവേഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ഫംഗ്ഷൻസിനകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റിട്ടേൺ എന്ന് മനസ്സിലാക്കിയാൽ അത് ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കുക. വേറെ എങ്ങും ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല. സോ അത് റിട്ടേൺ എപ്പോഴും ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു റിട്ടേൺ. ഇങ്ങനൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് റീയൂസബിൾ ആണ്.
റീയൂസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഈ കോഡ് എഗെയിൻ ആൻഡ് എഗെയിൻ എഴുതണ്ട, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പം കോഡ് റെപ്പറ്റീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിക്യൂഷൻ ടൈം കുറയ്ക്കാം. അതേപോലെ നിങ്ങൾക്ക് സേവ് ടൈം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സേവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ സർട്ടൺ ഫങ്ഷനാലിറ്റി വിൽ ബി ദെയർ. ഒരു ഫംഗ്ഷന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡേറ്റ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനോ ആകാം. ഓർ എനി ഫങ്ഷൻ, ഒരു ഡേറ്റ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനോ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു അപ്പർ കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഉപയോഗിച്ച കാര്യമില്ല. പ്രിൻ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് എത്തത്തുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരാണോ വിളിക്കുന്നത് ഗിവ് ബാക്ക് ടു ദി കോളർ, ആരാണോ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അയാൾക്ക് തിരിച്ചു കൊടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഞാനിതിനെ പറയുന്നു റിട്ടേൺ നെയിം, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് അതിനെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ ദിസ് ഈസ് എ ഫംഗ്ഷൻ നെയിം, ദിസ് ഈസ് എ ഫംഗ്ഷൻ hi name, this is a function execution. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയാണ്, ഇത് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയാന്ന് ഞാൻ പറയുന്നു അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആൻ ഓബ്ജക്റ്റ് ക്യാൻ ബി പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻറ്റ് ഇൻ ടു എ ഫംഗ്ഷൻ. നമ്മളിപ്പം വേരിയബിൾ മാത്രമേ എടുക്കുന്നുള്ളൂ, ഇപ്പം ഇൻറ്റിജേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരിയബിളിൻ്റെ ഭാഗത്ത് ഞാൻ പറയാം നമ്പർ മാത്രം മതി. നമ്പറിനെ എടുക്കുന്നു, ഹായ് നമ്പർ എന്ന് വിളിക്കുന്നു, അതിനുശേഷം ദിസ് ഇസ് എ ഫംഗ്ഷൻ എക്സിക്യൂഷൻ എന്ന് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അതിന് കോൾ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോകുന്നതിന് മുമ്പായിട്ട്, നമ്മളുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് നത്തിങ് ബട്ട് എന്താ പറയുക, ക്രിയേറ്റിംഗ് എൻ ഓബ്ജക്റ്റ്. നിങ്ങളൊരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യൽ മാത്രമാണ് ഫംഗ്ഷൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നു എൻ്റെ ഈ കപ്പ് ഒരു ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റ് ഈ പറഞ്ഞ ഒരു ടേബിളിൻ്റെ പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കപ്പ് ഉണ്ടായിട്ടേ ഉള്ളൂ. ഇതിനകത്തുള്ള ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക, വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ചെയ്യേണ്ട പ്രോപ്പർട്ടീസാണ്. അത് പിന്നെ വരുമ്പം അതിനെ കോൾ ചെയ്യണം. ഈ ഫംഗ്ഷനെ ഞാൻ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ഇതെടുത്ത് ഇങ്ങനെ ഈ ഒരു കുടിക്കുന്ന പ്രൊസീജിയറാണ് ഈ പറഞ്ഞ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തെ, അതായത് നമ്മൾ കാർ എവിടെ കിടക്കുന്നു, പാർക്കിംഗ് കിടക്കുന്നു പറഞ്ഞിട്ട് കാർ ഓടത്തില്ല. അപ്പോൾ കാർ കിടക്കുന്നു എന്ന് പറയുന്നതിനാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആണ്. ഇത് നമ്മൾ കീ ഇട്ട് വണ്ടി ട്രിഗർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പറയാം കാർ ഇറ്റ്സ് ഫംഗ്ഷനിങ് നൗ. എന്ന് വെച്ചാൽ ആ കാറിനെ നമ്മൾ കോൾ ചെയ്തു, കാറിനെ ഇൻവോക്ക് ചെയ്ത് കാറിപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് നത്തിങ് ബട്ട് ക്രിയേറ്റിംഗ് എൻ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്, ഓബ്ജക്റ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ഹാവ് എ മെമ്മറി ലൊക്കേഷൻ, ഷുഡ് ഹാവ് എ മെമ്മറി ലൊക്കേഷൻ. എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ ഒരു സ്ഥലത്ത് സ്റ്റോറായി എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ അതിന് വാല്യൂ ഇല്ല. വാല്യൂ ഉണ്ടാവണമെങ്കിൽ എന്താണ്, നിങ്ങൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ദ വാല്യൂ only be assigned only when you call the function. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നു ഡെഫിനിഷൻ കഴിഞ്ഞു, അപ്പർ കേസ് പറഞ്ഞ ഫംഗ്ഷൻ കഴിഞ്ഞു, അതിനകത്തൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, അതിനൊരു റിട്ടേൺ വാല്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിലുള്ള ലൊക്കേഷനിൽ അത് സ്റ്റോറായി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കണം. അപ്പോൾ ഞാൻ പറയണം പ്രിൻറ്റ് അപ്പർ കേസ് അപ്പർ അണ്ടർസ്കോർ കേസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് തരത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്ന് ഞാൻ കൊടുക്കുകയാണ്, പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. സോ ഞാൻ കമൻറ്റ് ചെയ്യട്ടെ. അണ്ടോ ഫംഗ്ഷൻ അപ്പർ കേസ് അറ്റ് എ മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഇതിൻ്റെ എവിടെയോ ഈ ഒരു ലൊക്കേഷനിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞ ഈ സ്ട്രിങ് എന്താ കാണിക്കാത്തത്, അവിടെയാണ് ഞാൻ പറഞ്ഞത് ദ വാല്യൂ only be assigned only when you call the function. ഞാനിവിടെ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കോൾ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, ഫംഗ്ഷൻ നെയിം വിത്ത് എ പാരാന്തസിസ്, എന്നാൽ മാത്രമേ കോളിംഗ് ദ ഫംഗ്ഷൻ ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പ്രതീക്ഷ? ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഫംഗ്ഷൻ നെയിം പാരാന്തസിസ് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ആവത്തില്ല.
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കാം. കണ്ടോ, നമുക്ക് പ്രിൻറ്റ് കിട്ടിയിട്ടില്ല, തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ പറയുകയാണ്, ഞാൻ പ്രിൻറ്റിനെ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നത്. പ്രിൻറ്റ് അപ്പോൾ പറഞ്ഞിട്ടോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിരുന്നില്ല, അത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. പൈത്തൺ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ പൈത്തൺ അബ്സ്ട്രാക്ട് ചെയ്തേക്കാണ് എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ, അത് അറിയേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം, ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് ടൈപ്പ്, അതും ഒരു ക്ലാസ് ടൈപ്പാണെന്ന് പറഞ്ഞത് ഒബ്ജക്റ്റാണ്, അതിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ചോദിക്കുമ്പോൾ ടൈപ്പ് ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് ചോദിക്കും. അപ്പോൾ ഇപ്പോഴെന്താ, ഇപ്പോൾ ഞാൻ കോൾ ചെയ്തു, നേരത്തെ കോൾ ചെയ്തില്ല, അത് എന്ത് തരം ഒബ്ജക്റ്റ് ആണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കോൾ ചെയ്തപ്പോൾ, അതായത് പരാന്തസിസ് കൊടുത്തപ്പോൾ അത് പറയുന്നതോ അത് എക്സിക്യൂട്ടായെന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് എക്സിക്യൂട്ടിങ് ആൻഡ് ടേക്സ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നോക്കുകയാണ് ആർഗ്യുമെൻറ്റ്സ് ഇല്ല, ഒരെണ്ണമെങ്കിലും വേണം മിനിമം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പം മനസ്സിലായോ കാര്യങ്ങൾ എന്താണെന്നുള്ളത്, എങ്ങനെയാണ് പ്രിൻറ്റ് ഡെഫിനിഷനും ഇൻവോക്കിങ്ങും എന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ കേസിലേക്ക് ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രിൻറ്റ് അപ്പർ കേസ് എന്താണ് വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്, ഹൈ നമ്പർ 10 അല്ലെങ്കിൽ ഹൈ 10 ദിസ് ഈസ് എ ഫംഗ്ഷൻ എക്സിക്യൂഷൻ എന്ന് കിട്ടണം. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പ്രിൻറ്റ് അപ്പർ കേസ് ഇൻ്റർനേഷൻ ഇവിടെ വന്നു എന്ന് വെച്ചാൽ ഇൻ്റർനേഷൻ മാറാൻ പാടില്ല. അപ്പോൾ എന്താ, ഹൈ 10 ദിസ് ഈസ് എ ഫംഗ്ഷൻ എക്സിക്യൂഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻ ഓബ്ജക്റ്റ് ക്യാൻ ബി അസൈൻഡ് ഇൻ ടു എ വേരിയബിൾ അസൈൻ ചെയ്തു. രണ്ടാമത് ആൻ ഓബ്ജക്റ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ടു ദി ഡേറ്റ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്തു. മൂന്നാമത്തെ കേസ് ആൻ ഓബ്ജക്റ്റ് ക്യാൻ ബി പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻറ്റ് ഇൻ ടു എ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിലേക്ക് നമ്മൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റിജർ പാസ് ചെയ്തു, നമുക്ക് റിട്ടേൺ എക്സിക്യൂഷൻ നടന്നു. അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സമയത്ത് നമുക്ക് ഫംഗ്ഷൻ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോറായി. നമ്മൾ ഇൻവോക്ക് ചെയ്ത സമയത്ത്, അതായത് പരാന്തസിസ് കൊടുത്തതിനകത്ത് വാല്യൂ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ വാല്യൂവിനെ അസൈൻ ചെയ്ത് കോൾ ചെയ്തു, അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടന്നു. ഇപ്പോൾ ഞാനിപ്പം വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം പറയും, ആർഗ്യുമെൻ്റ് ഒരെണ്ണം അറ്റ്ലീസ്റ്റ് മിസ്സിങ് വൺ ആർഗ്യുമെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പറെങ്കിലും, നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. അത് അപ്പോൾ പറയേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻസിൽ വിത്തിൻ ദ ഫംഗ്ഷൻ ദി പാരാമീറ്റേഴ്സ് ആർ വേരിയബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, പാരാമീറ്റേഴ്സ് ആർ വേരിയബിൾസ്. അതെന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഇവിടെ കൊടുത്തെന്താ, എന്ന് പറഞ്ഞതൊരു ഈസ് എ വേരിയബിൾ, ശരിയല്ലേ. when you call a function, അപ്പോൾ ഞാൻ എന്താ കോളിങ് നടന്ന ഇവിടെ അല്ലേ 34ാമത്തെ ലൈനിൽ, when you are calling a function you have to pass the values for the parameters അല്ലേ. അപ്പോൾ ആ വാല്യൂ അപ്പോൾ അതിനെന്തിനും those are called as arguments. അതിനെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന് പറഞ്ഞ പാരാമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്തു. ഇതാണ് എൻ്റെ മീനിങ്. എൻ്റെ ബിഹൈൻഡ് ദ സീൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞ സാധനത്തിന് 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 10 റീപ്ലേസ് ചെയ്യപ്പെട്ടു, അതിൻ്റെ പേരിൽ എക്സിക്യൂഷൻ നടന്നു. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ബേസിക്കാണ്, നമ്മൾ ഫംഗ്ഷനിലേക്ക് എത്തിയിട്ടില്ല. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് കയറാൻ പോവാണ്. ഞാൻ 4ാമത്തെ ഫീച്ചർ പറയുന്നില്ല. അതെന്ന് പറഞ്ഞാൽ വേരിയബിൾ ക്യാൻ ബി പാസ്ഡ് എസ് എ റിട്ടേൺ വാല്യൂ ഫോർ ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി പാസ്ഡ് എസ് ആൻ റിട്ടേൺ ഓഫ് എ ഫംഗ്ഷൻ എക്സിക്യൂഷൻ. അത് നമുക്ക് നാളെ നോക്കാം, നാളെ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നോക്കാം. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റേ മനസ്സിലാവത്തേ ഇല്ല. അത് ഭയങ്കര പാടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം, ഹിയർ ദി ഒബ്ജക്റ്റ് ഈസ് പ്രിമിറ്റീവ്. ഇവിടെ ഞാൻ ഇൻറ്റിജർ മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ എല്ലാ പ്രിമിറ്റീവ്സും നോൺ പ്രിമിറ്റീവ്സും ഇവിടെ വർക്ക് ചെയ്യും. അപ്പം ഇപ്പം ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരെണ്ണമാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ്, ക്ലാസസ്, മോഡ്യൂൾസ്. ഈ 3 കാര്യങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമെന്ന് പൈത്തൺ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യണം എന്തൊക്കെ ഈ പറഞ്ഞ 3 കേസിലൂടെയും പോയിട്ട് ഫംഗ്ഷൻ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് അപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ഗ്രീറ്റ്. അപ്പോൾ ഞാൻ പറയുന്നു റിട്ടേൺ എഫ് സ്ട്രിങ് ഹലോ യൂസർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രം വിളിക്കുന്നു, പാരാന്തസിസ് ഇട്ടിട്ടില്ല, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അത് എവിടെയോ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ,
സ്റ്റോർ ആയിട്ടുണ്ട്. സോ ഗ്രീറ്റ് ഈസ് അറ്റ് ദ ലൊക്കേഷൻ. അപ്പോൾ ഇനി ഞാൻ ആ ഫംഗ്ഷനെ വിളിച്ചാലോ, ഇറ്റ് വിൽ ഗീവ്സ് ഹലോ യൂസർ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൺ ഓഫ് ദി തിങ് ഈസ് പാരാമെട്രൈസേഷൻ. എന്താണ് പാരാമെട്രൈസേഷൻ? അതേപോലെ തന്നെ രണ്ടാമത്തെ കേസാണ് ഹാർഡ് കോഡിങ്. പാരാമെട്രൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വാല്യൂസിനെ കസ്റ്റമൈസ് ചെയ്യും. എന്ന് വെച്ചാൽ കോഡിനെ ഫ്ലെക്സിബിൾ ആക്കുക എന്ന് പറയും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ട്, ആ ഫോണിലേക്ക് നിങ്ങൾക്ക് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഡയൽ പാഡ് ഉണ്ട്. ആ ഡയൽ പാഡിലേക്ക് നിങ്ങൾ എത്ര നമ്പർ കൊടുത്താലും അതിനെ കോൾ ചെയ്യും. എന്നാൽ പറയുകയാണ് നിങ്ങൾ ഫ്ലെക്സിബിൾ ആക്കണ്ട, എൻ്റെ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഡെഡിക്കേറ്റഡ് ഫോർ വൺ തിങ്. അതിനെയാണ് ഹാർഡ് കോഡിംഗ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഡേറ്റ ഈസ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ എംബഡഡ് ഇൻ ടു ദി ഫങ്ഷൻ. അതിനെയാണ് ഹാർഡ് കോഡഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് ഹാർഡ് കോഡറാണ്. എന്ന് വെച്ചാൽ ഹലോ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമൈസേഷൻ ചെയ്തിട്ടില്ല, പാരാമെട്രൈസേഷൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും ഫ്ലെക്സിബിൾ അല്ല. എന്ന് വെച്ചാൽ ആര് വന്ന് ചോദിച്ചാലും പറയും ഹലോ യൂസർ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ പറയുന്നതാണ് പാരാമെട്രൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു പാരാമീറ്റർ കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യും. നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നെയിമാണ് പാരാമീറ്റർ. അതിൻ്റെ ആർഗ്യുമെൻ്റാണ് ഞാൻ ഇവന് പാസ് ചെയ്യാൻ പോകുന്നത്. ഗ്രീറ്റിലേക്ക് കൊടുക്കുന്നു അബു ഹാരിസ്. അപ്പോൾ നമ്മളെന്ത് പാരാമെട്രൈസ് ചെയ്തു. നമുക്ക് നോക്കാം അതിൻ്റെ എക്സിക്യൂഷൻ. ഇപ്പോഴും പറയുന്നു ഹലോ യൂസർ എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും പാരാമെട്രൈസേഷൻ അത് ഇഫക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ റിട്ടേണിൽ നമുക്ക് തിരിച്ചു തന്നപ്പോൾ ആ പാരാമീറ്റർ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കൊടുക്കുകയാണ് ഹലോ യൂസർ എന്ന് മാറ്റി പറയുകയാണ് ഹലോ നെയിം. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് ആരാണോ പാരാമീറ്റർ, ആ പാരാമീറ്ററിൻ്റെ വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറൊരാൾ പ്രിൻറ്റ് ഗ്രീറ്റ്, അതിനകത്ത് ഞാൻ പറയുന്നത് സാലിഹ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ സാലിഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരാമെട്രൈസ്ഡ് ആണ്, ഹാർഡ് കോഡ് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. അപ്പം ഫസ്റ്റിലത്തെ കാര്യം എന്താണ്, എ വേരിയബിൾ ക്യാൻ ബി, അങ്ങനെയല്ലേ, കോപ്പി ചെയ്യാം. an object can be assigned into a variable. ഒന്നാമത്തെ കേസ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്, മറ്റൊരു ഇൻറ്റിജർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതാണോ എന്ന് നോക്കാം. ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ വാർ എന്നുള്ളതിനകത്ത് ഞാൻ സേവ് ചെയ്യാണ് ഗ്രീറ്റ്. അപ്പോൾ ഞാനിത് കോൾ ചെയ്തില്ല, ആ ഡെഫിനേഷനെ ഇങ്ങോട്ട് വിളിച്ചത് മാത്രമേ ഉള്ളൂ, ഗ്രീറ്റ്. എന്നിട്ട് ഞാൻ പറയുകയാണ് പ്രിൻറ്റ് വാർ എന്ന് കൊടുത്താൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ്. ശരിയല്ലേ? കാരണം ഗ്രീറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പം വേരിയബിളിലേക്ക് എന്ത് ചെയ്തു, ആ വാല്യൂവിനെ എടുത്തു. ആ വാല്യൂവിനെ എന്ത് ചെയ്തു പറഞ്ഞു, മെമ്മറി ലൊക്കേഷൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയാണ് പ്രിൻറ്റ് വാർ. ഇപ്പം നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ എക്സിക്യൂഷൻ റിസൾട്ട് ആയിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ രണ്ടാമത്തെ കേസ് എന്താ ലോഡാവാത്ത, ഇത് രണ്ടാമത്തെയും കുഴപ്പമില്ല, മൂന്നാമത്തേലേക്ക് വരുമ്പോൾ ഇച്ചിരി പാട് വരും. എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ഇത്, ഹാങ് ആയി. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ എന്താണ്, വാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ വേരിയബിളിനെ കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഗ്രീറ്റ് എക്സിക്യൂട്ടായി. കാരണം എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു, കോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറയുന്നു ഗ്രീറ്റ് ഈസ് മിസ്സിങ് വൺ റിക്വയർമെൻറ്റ്. എന്ന് വെച്ചാൽ ഇപ്പം ഫംഗ്ഷൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നോക്കിയപ്പം പാരാമീറ്റർ വേണം എന്ന് പറഞ്ഞപ്പം വേരിയബിൾ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ കൊടുക്കുകയാണ് അബു ഹാരിസ്, റണ്ണിങ് ഹലോ അബു ഹാരിസ് എന്ന് പറഞ്ഞു. അതിപ്പോൾ ആരാണെങ്കിൽ മാറ്റി കൊടുത്താലും അത് വീണ്ടും അതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി, പാരാമെട്രൈസ്ഡ് ആയി. അപ്പോൾ കോഡ് എന്ത് മാറ്റം വരുത്തിയാലും അതിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്തോളും. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. രണ്ടാമത്തെ കേസ്, an object can be included into a data structure. അപ്പോൾ ഞാൻ പറയുന്നു മൈ അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ പറയുന്നു
12 എന്നുള്ള വാല്യൂ ഉണ്ട്, ഒരു അബു ഹാരിസ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ഹലോ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അതിനുശേഷം ഞാൻ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ഇതിനകത്ത് തന്നെ ഫംഗ്ഷനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. കാരണം ഒരു ഓബ്ജക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അല്ലേ. എ ഫംഗ്ഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ടു എ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു കോൾ ഗ്രീറ്റ് അബു ഹാരിസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എനിക്ക് എൻ്റെ വാല്യൂ അതിനകത്ത് അസൈൻ ആവണം. ഹലോ അബു ഹാരിസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് അതിനകത്ത് കയറ്റി എന്ന് വെച്ചാൽ ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് ഞാൻ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്തു. പോസിബിളാണ് എന്ന് പറഞ്ഞാൽ 4 ക്രൈറ്റീരിയ പറഞ്ഞതിനകത്ത് 2 എണ്ണവും ഫംഗ്ഷന് ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കാം. മൂന്നാമത്തെ ഫംഗ്ഷൻ an object can be passed as an argument into a function. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഞാൻ റീറൈറ്റ് ചെയ്യാണ്. an object can be, അല്ലെങ്കിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് എന്താ പറഞ്ഞാൽ ഫംഗ്ഷനാണ്. എ ഫംഗ്ഷൻ ക്യാൻ ബി പാസ്ഡ് ആസ് an argument into a function. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഒരു വേരിയബിളിനെ പാസ് ചെയ്യും, ഇൻറ്റിജർ, സ്ട്രിങ്, ഫ്ലോട്ട്, ഇൻറ്റിജർ, ലിസ്റ്റ് അങ്ങനെയുള്ള സാധനം പാസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിതുവരെ ഫംഗ്ഷനെ പാസ് ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ മൂന്നാമത്തെ കേസ് നോക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ? ഓൾറെഡി നമുക്ക് ആ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും? നമ്മളെ ഒരു യൂസറിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസറെ ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾക്കുള്ള ഫംഗ്ഷനാണ്, നമ്മൾ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഡു നോട്ട് ടച്ച് ഇറ്റ്. ഇതാണ് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇതാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാകും. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടെ വെക്കുക, തുടരുത്. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഔട്ടർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിനെ ഔട്ടർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ പോലെ ഒരു ഡിഫിനിഷൻ ഞാൻ പറയുന്നു, ഫോർമാറ്റ് അല്ലെങ്കിൽ ടേക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പറയാണ് അതിനകത്ത് ആദ്യത്തേത് ഫംഗ്ഷൻ ആവണം. ഞാൻ പറഞ്ഞല്ലോ വേരിയബിൾസിന് എന്തും ആവാം. നിങ്ങൾക്ക് ഇങ്ങനെ പേരിടുന്നതിനകത്ത് ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം എഫ് ഇടാം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു വേരിയബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പാടില്ല. എന്തൊക്കെ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാടില്ല. ഫോർ ലൂപ്പ്, ഇൻറ്റിജർ, ഈസ്, നോട്ട്, വേറെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കീവേഡ് റിസർവ്ഡ് കീവേഡ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് എറർ ഉണ്ടാക്കും. അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. വേണ്ട, ചെയ്ത് നോക്കണ്ട, വെറുതെ സമയം കളയുന്നത്. അപ്പം ഞാൻ പറയുന്നു അത് ഞാൻ നേരത്തെ കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കവർ ചെയ്യാത്തത്. അപ്പോൾ ടേക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഒരു വേരിയബിളിനെ ആഡ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇത് വേരിയബിൾ എന്തും ആവാം. അപ്പോൾ ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണത് ഫംഗ്ഷനായ കൊള്ളാം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഞാൻ പറയുന്നു, എന്താ പറയണ്ട, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട, അവിടെ കേട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു ഫംഗ്ഷൻ്റെ കൂടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം റിട്ടേൺ എപ്പോഴും ഫംഗ്ഷനകത്താണ് നിൽക്കുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താണ്? നണ്ണാണ് ഔട്ട്പുട്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറയുന്നു എന്ത്? ഫംഗ്ഷൻ ഓഫ് നെയിം. നോക്കട്ടെ, രണ്ടി നോക്കട്ടെ. സോറി, കോളൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, കൊടുത്തു. ഓക്കെ, ഫൈൻ. റിട്ടേൺ മൊത്തം റൺ ചെയ്ത് നോക്കട്ടെ. സോ ഇവിടെ റൺ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തില്ല. ഓക്കെ, ഫൈൻ. ഫങ്ഷൻ ഓഫ് നെയിം. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അല്ല, ഞാൻ അതിനു മുമ്പ് മറ്റേതെന്ന് പറഞ്ഞു പോകാം. റിട്ടേൺ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് റിട്ടേൺ ഉണ്ട്. ഇപ്പോൾ റിട്ടേൺ പറയാണ്, അപ്പോൾ ഇത് തന്നെ എടുക്കാം. നമുക്ക് ഓൾറെഡി ഉള്ള റിട്ടേൺ വാല്യൂ ഉണ്ടല്ലോ. പറയുകയാണെങ്കിൽ പ്രിൻ്റ് ദ വാല്യൂ, അല്ലെങ്കിൽ പ്രിൻ്റ് ടൈപ്പ് ഓഫ് ഗ്രീറ്റ്
അബു ഹാരിസിലെ കൊടുത്തു. അപ്പോൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? അപ്പോൾ എന്ത് സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? റിട്ടേൺ ചെയ്യാൻ സ്ട്രിങ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറയണം അവിടെ പ്രിൻറ്റ് അബു ഹാരിസ് ഈസ് എ നൺ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്താൽ അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? സ്ട്രിങ് അല്ലേ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം, ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പൈത്തൺ പറയുന്നത് ദിസ് ഇസ് എ നൺ ടൈപ്പ്. കാരണം എന്താണ്? പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടായില്ല. എൻ്റെ ഒരു ഫംഗ്ഷന് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ആ ഫംഗ്ഷനാലിറ്റി തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓഫ് എ ഡേറ്റ ടൈപ്പ്. അല്ലെങ്കിൽ ഒന്നുകിൽ ഡേറ്റ ടൈപ്പോ അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചറോ അല്ലെങ്കിലോ മറ്റൊരു ഫംഗ്ഷനോ ആവണം. ഇത് രണ്ടും അല്ലാത്ത സാഹചര്യത്തിൽ എന്താണ്? നിങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് നൺ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അത് അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുക. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ 12 എന്ന് കൊടുത്തു. ഈ നൺ ടൈപ്പ് മാറിയിട്ട് എന്താ വരിക നോക്കാം. അവിടെ പറയുന്നു ഇൻറ്റിജറാണ്. കാരണം എന്താണ്? ഇപ്പോഴാണ് ഫംഗ്ഷൻ ശരിക്കും എക്സിറ്റ് ആയിട്ട് പറയുന്നു ആ കിട്ടിയ വാല്യൂവിനെ തിരിച്ചു കൊടുക്കുകയാണ്. ഫംഗ്ഷൻ കോൾ ചെയ്ത ആർക്കാണോ അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇൻറ്റിജറാണ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതിൻ്റെ ഒരു നല്ലൊരു യൂസ് കേസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഒരു ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ സാധനം. ഡിസ്ക്രൈബ്, ഓക്കെ ഫൈൻ, കിട്ടി. അപ്പം ഈ പറഞ്ഞ ഫംഗ്ഷൻ വിത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എക്സിറ്റ് നമ്മളൊരു ഫംഗ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കളയാൻ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുപോവാണ്. കളയുന്നു. അതിനുശേഷം ഇതും ഞാൻ കൺട്രോൾ എക്സ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചു, അതവിടെ കിടക്കട്ടെ, നമ്മൾ ആ ഗ്രീറ്റ് തന്നെ അവിടെ കിടന്നോട്ടെ. എന്നിട്ട് ഞാൻ പറയുകയാണ് ഡേറ്റ കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വേറെ വീണ്ടും ഡിഫൈൻ ചെയ്തു. സെയിം സിൻറ്റാക്സ് ആണ്. സിൻറ്റാക്സ് ഇത്രയേ ഉള്ളൂ. ഡിഫ് നെയിം ഓഫ് ദി ഫംഗ്ഷൻ കോളൻ ദ ഡേറ്റ ടു ബി പാസ്ഡ്. അതൊരു വേരിയബിളാണ്, ഫംഗ്ഷൻ ഒരു വേരിയബിളാണ്. അപ്പോൾ 2 വേരിയബിൾ എടുക്കുന്നു, കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താ എഴുതുന്നത്? എഫ് സ്ട്രിങ് ആണ്. ദ ഡേറ്റ ഈസ് എന്ത്? നമ്മൾ എടുത്ത ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളാണ്. അതിനുശേഷം പറയുന്നു ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഈസ്. ടൈപ്പ് എന്താണ്? വേരിയബിൾ അല്ല, പക്ഷേ അതൊരു ഫങ്ഷൻ എക്സിക്യൂഷനാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറയുമോ ഏതെങ്കിലും എന്തുതരം ഡേറ്റ ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോൾ ചെയ്യുന്നൊരു ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഈ പറഞ്ഞ ഡേറ്റ എന്ന് പറഞ്ഞത് പാരാമെട്രൈസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ അതിൻ്റെ എന്താണ് പാരാമീറ്റർ? എന്താണ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആർഗ്യുമെൻറ്റ്. അതായത് 2 വേരിയബിളുണ്ട്, ഒന്ന് ഫംഗ്ഷനാണ്, മറ്റൊന്ന് വേരിയബിളാണ്. ആ വേരിയബിളിനെ മറ്റൊൻ്റെ ഫംഗ്ഷൻസിനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നു. സിമ്പിൾ. നമ്മൾ കാണുന്ന സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് മറ്റൊരു ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡ്യൂപ്ലിക്കേറ്റാണ്, അപ്പോൾ ഞാനത് ഒഴിവാക്കണം. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രൈബിനെ ഞാൻ കോൾ ചെയ്യുന്നു. അപ്പോൾ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിനകത്ത് ഫസ്റ്റ് ഡേറ്റ പൊസിഷനിൽ അതൊക്കെ വരാം നമുക്ക്. ഫസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഡേറ്റ ഈസ് ഈക്വൽ ടു ഒരു ലിസ്റ്റാണ്. 1 2 3 ഈ പറഞ്ഞ ഡേറ്റയാണ് നമ്മളുടെ. ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റിലത്തെ ഇത് പാരാമീറ്റർ, ദിസ് ഈസ് എൻ ആർഗ്യുമെൻറ്റ് അല്ലേ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് FUNC എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്താണ് അസൈൻ ചെയ്തേക്കുന്നത്? ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഡിഫറൻസ് മനസ്സിലാക്കുക. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഫംഗ്ഷൻ്റെ അപ്പോൾ ഞാനത് കാണിച്ചില്ല, അപ്പോൾ ഞാനത് കാണിച്ചുതരാം. ഫംഗ്ഷൻ ഇത് പറഞ്ഞാൽ ഫംഗ്ഷൻ ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടൈപ്പിനെ കോൾ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ല ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച് വാർഡ്സുകൾ ടു ഗ്രീറ്റേ വിളിച്ചിട്ടുള്ളൂ. ഗ്രീറ്റ് സെമി ഇത് പറഞ്ഞ പരാന്തസിസ് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റെഫറൻസിലേക്ക് പോകുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ എന്താണ്? ദിസ് റെഫറൻസസ് ഇൻ ടു ദി ടൈപ്പ് ഒബ്ജക്റ്റ് ഇൻ മെമ്മറി, നോട്ട് ദി ആക്ച്വൽ വാല്യൂ ഇൻ ഇറ്റ്. നമ്മൾ വാല്യൂവിനെ വിളിക്കാൻ പറയുന്നില്ല, പക്ഷേ പറയുന്നത് നിങ്ങൾ ആ ഫംഗ്ഷനിൽ പോയി നോക്കുമെന്ന് പറയത്തുള്ളൂ. ഞാൻ പറയുകയാണ് അവിടെ ഒരു കപ്പ് ഇരിപ്പുണ്ട്, ആ കപ്പ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പ് പോയി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ലൊക്കേഷൻ പറഞ്ഞു വെക്കും. അപ്പോൾ ഞാൻ കപ്പ് എടുത്തുകൊണ്ട് കൂടെ എന്നിട്ട് ഞാൻ പറഞ്ഞാണ് അതിനിപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒരു ഓബ്ജക്റ്റ് എവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറയണം അവിടെ ഇരിപ്പുണ്ട് ഓബ്ജക്റ്റ് എന്ന് പറയാം. അപ്പം
അവർ ഈ ഒബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുടിക്കുന്ന സാധനം എന്താണ് അതിന് ഒബ്ജക്റ്റിൻ്റെ അടുത്ത് കോളി എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് റെഫറൻസ് അതിനകത്തൊരു സാധനം ഇരിപ്പുണ്ട് പോയി എടുത്തോളാൻ പറയും. അപ്പോൾ ഇവിടെ പറയാണ് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആ ടൈപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, പോയി എടുത്തോളാൻ പറയും. അപ്പം എന്താണ് ഡിസ്ക്രൈബ് എന്ത് ചെയ്യും, നേരെ ടൈപ്പിലേക്ക് പോകും. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി നമ്മളുടെ ഓൾറെഡി ഉള്ളതാണ്, പൈത്തണിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് എന്താ നോക്കാം, ഇതിനകത്ത് എന്താ എക്സാമ്പിൾ നടക്കാൻ നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റേ എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ റൺ ചെയ്തു. അപ്പോൾ റൺ ചെയ്യുമ്പോൾ എന്താ ഡേറ്റ എന്താണ്, ഡേറ്റ ഈസ് ഡേറ്റ. നമ്മൾ കൊടുത്ത ഡേറ്റ എന്താണോ ആ ഡേറ്റയാണ് ഡേറ്റ. എന്നിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ടൈപ്പ് ഈസ്, അത് ഞാൻ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി എന്താണ്, ഇവിടെ നടക്കുന്ന എക്സിക്യൂഷൻ അങ്ങനെയാണ്. ഇറ്റ്സ് ടൈപ്പ് ഈസ് ടൈപ്പ് ഓഫ്. കാരണം എന്താണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ടൈപ്പ് അല്ലേ. അതിനകത്ത് കൊടുക്കുന്ന ഡേറ്റ എന്താണ്, ഡേറ്റ എന്ന് പറഞ്ഞത് 1 2 3 അല്ലേ. അപ്പോൾ പറയാണ് ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്താൽ, വെയിറ്റ് സെക്കൻഡ്, ഇതിനെ മാത്രം എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഇവിടെ കിട്ടുക അല്ലേ, പ്രിൻ്റ്. അപ്പോൾ ഞാനത് റൺ ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ലിസ്റ്റാണ്, ക്ലാസ് ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റ് ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ്റെ വാല്യൂ ടൈപ്പാണ്. എന്നിട്ട് പറയുന്നത് ടൈപ്പ് ഓഫ് വാട്ട്, ഡേറ്റ. അങ്ങനെയാണെങ്കിൽ പറയുന്നു ഇറ്റ്സ് ടൈപ്പ് ഈസ് ക്ലാസ് ലിസ്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ ഞാൻ പറഞ്ഞില്ല റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതിന് ശേഷം മാത്രമേ മറ്റേലേക്ക് പോകുള്ളൂ. ഇത് ടഫാണെങ്കിൽ അത് അതിനെക്കാട്ടി ടഫാണ്, ഞാൻ ഇപ്പോഴും പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇപ്പോഴും ഞാൻ ആയിട്ടില്ല, ഇതിലേക്ക് എത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് പോലെ ഇരിക്കും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇത് മനസ്സിലായാൽ ഞാൻ ഹാപ്പി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു നമുക്ക് ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ടൈപ്പ് വേണ്ട, നമുക്ക് വേണ്ട ഈ ഫംഗ്ഷന് പകരം നമ്മൾ ഉണ്ടാക്കി ടൈപ്പ് ഉണ്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ കൊടുത്ത് നോക്കാം. ഗ്രീറ്റ്. ഇവിടെ ഞാൻ പറയുന്നു ഗ്രീറ്റിൻ്റെ പരാന്തസിസ് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പരാന്തസിസ് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പരാന്തസിസ് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ടൈപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ മിസ്സിങ് ആർഗ്യുമെൻറ്റ് പറയും. സോറി, എവിടെ മിസ്സായി പോകണ്ടല്ലോ, ലൈൻ നമ്പർ 74 ഇവിടെ സോറി, ഒരു ബ്രാക്കറ്റ് കൂടെ മിസ്സിങ് ആണ്. അപ്പോൾ പറയുന്നത് ടൈപ്പ് ടേക്സ് 1 ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇവിടെ വെച്ച് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ ഫംഗ്ഷനെ എന്ത് ചെയ്തു, മറ്റേ ഫംഗ്ഷനുമായിട്ട് ഈ പറഞ്ഞ ഡേറ്റ എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ടൈപ്പ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ടൈപ്പ് ഇസ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് മസ്റ്റ് ബി എ സ്ട്രിങ്, ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് മസ്റ്റ് ബി എ സ്ട്രിങ് എ ബൈറ്റ് ലൈക്ക് ഒബ്ജക്റ്റ് റിയൽ നമ്പർ ഇസ് നോട്ട് എ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡേറ്റയാണ് എടുത്തത്, പക്ഷേ ഡേറ്റ നമ്മൾ കൊടുത്തത് ടൈപ്പ് ഓഫ് 10 കൊടുത്തു. അപ്പോൾ 10-ന് വരെ എന്ത് ലിസ്റ്റാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ മിസ് മാച്ച് വന്നത്. ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് മസ്റ്റ് ബി എ സ്ട്രിങ് എന്ന് പറഞ്ഞത്, അതിനുശേഷം ബൈറ്റ് ലൈക്ക് ഓർമ്മ റിയൽ നമ്പർ നോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ടൈപ്പ് പറഞ്ഞു കൊടുത്ത്, പിന്നെ അവർ പറയുന്നത് ടൈപ്പ് ഓഫ് 10, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മിസ് മാച്ച്. അപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യാൻ പറയരുത്, അതിന് പകരം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് ബാക്കി അവർ ചെയ്തോട്ടെ, ബാക്കി ഫംഗ്ഷൻ അറിയാൽ എങ്ങനെയാണ് ആ ഡേറ്റ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീറ്റ് ഉപയോഗിക്കണം. ഗ്രീറ്റ് കോൾ ചെയ്തു. ഗ്രീറ്റ് കോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഫസ്റ്റ് എൻ്റെ റിവേഴ്സ് എഞ്ചിനീയറിങ്, അതാണ് എൻ്റെ പ്രത്യേകത. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനത്തെ തിരിച്ചു പോയി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ട് ഉണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് മുകളിൽ നിന്ന് താഴോട്ടാണ്. എന്ന് വെച്ചാൽ ഉണ്ടായത് എങ്ങനെയാണ്, ഇതെങ്ങനെ വന്നു, ഇങ്ങനെ വന്നു ലാസ്റ്റ് ഇതിൻ്റെ അവസാനം എങ്ങനെ വന്നു എന്ന് നോക്കലാണ് നമ്മുടെ ഉദ്ദേശം. എൻ്റെ പ്രോംപ്റ്റ് ഞാൻ വേണമെങ്കിൽ പ്രോംപ്റ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റാക്കിയിടാം. എൻ്റെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് പ്രോംപ്റ്റാണ്. ചില സമയത്ത് ChatGPT പോലെ പറയാറുണ്ട് പൈത്തൺ ഇൻ്റർപ്രറ്റ് ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടത് അതാണ്, എങ്ങനെയാണ് ബിഹൈൻഡ് ദ സീൻ നടക്കുന്നത് എന്നറിയലാണ് എൻ്റെ ഉദ്ദേശം. എന്നാലേ എനിക്ക് മൊത്തത്തിൽ ഒരു പുകയായിട്ട് കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എക്സിക്യൂഷൻ എന്താണ്, ഇറ്റ് എക്സിക്യൂട്ട്സ് ഡിസ്ക്രൈബ് ഫംഗ്ഷൻ. ശരിയല്ലേ? കാരണം ഡിസ്ക്രൈബിനകത്ത് ഞാൻ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാരാന്തസിസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഇത് ഡിസ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ എന്താ കോളിങ് എ ഫംഗ്ഷൻ അല്ലേ, ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാത്രം ഡിസ്ക്രൈബ് ചെയ്തോളെങ്കിൽ എന്താണ്, അതിനെന്ത് ചെയ്യും, അതിനെ പറയുന്ന പേരാണ് ഡെഫിനിഷൻ റെഫറൻസ് മാത്രം. കാരണം ഇങ്ങോട്ട് റെഫറൻസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ റെഫറൻസ് ചെയ്തതല്ല, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് കൊടുത്തു. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, നമ്പർ മാത്രം കൊടുത്തു, 12 കൊടുത്തു. ഇപ്പോൾ അതിലേക്ക് വരണ്ട, കാരണം ഞാൻ ഫംഗ്ഷൻ മൊത്തം മാറ്റി. അപ്പോൾ എന്ത്, ഫസ്റ്റ് ഡേറ്റ കൊടുത്തു, രണ്ടാമത്തായിട്ടൊരു ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ഡിസ്ക്രൈബ് ടേക്സ് 2 ആർഗ്യുമെൻറ്റ്സ്. One is
എ ഡേറ്റ ടൈപ്പ്, ഒരു ഡേറ്റ ടൈപ്പാണ്. അതേപോലെ സെക്കൻഡ് ഈസ് എ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഡേറ്റ ഈസ് ഈക്വൽ ടു എ ലിസ്റ്റ്, ഫങ്ഷൻ ഈസ് ഈക്വൽ ടു ഗ്രീറ്റ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. മൂന്നാമത്തേക്ക് വരുന്നു. അപ്പം അത് നോക്കുന്ന സമയത്ത് പറയുന്നു റിട്ടേൺ വാല്യൂ നോക്കുന്നു. ദെൻ ഇറ്റ് checks for the return value, and then it sees a function call. എങ്ങനെയാണ് നമ്മളെന്ത് നോക്കുന്നത്? ഡേറ്റ ഈസ് ഡേറ്റ, അതൊരു വേരിയബിളാണ്. ആ വേരിയബിളിനെ നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? ഒരു ഫംഗ്ഷൻ കോളാണ്. എന്ന് വെച്ചാൽ ഏതാണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ കോൾ ദാറ്റ് ഈസ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഗ്രീറ്റ് എന്നാണ് ഫംഗ്ഷൻ. അതിനകത്ത് കൊടുക്കുന്ന ഡേറ്റ എന്താണ്? നമ്മൾ കൊടുത്ത ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടക്കുമ്പോൾ എന്താ? ഈ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് 67ാമത്തെ ലൈൻ. അവിടേക്ക് പോകുമ്പോൾ എന്താണ്? അതിനകത്തൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 2 പാസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റയെ നമ്മളെടുത്ത് ആർഗ്യുമെൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് പറയണം ഹലോ നെയിം അല്ലേ? അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും? ലിസ്റ്റിന് പകരം എന്ത് ചെയ്തു? നമ്മൾ പേരല്ലേ വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിക്കുന്നത് അബു ഹാരിസ് എന്നുള്ള ലിസ്റ്റ് വിളിച്ചു, അല്ല ഒരു ഇൻറ്റിജറിനെ സ്ട്രിങ്ങിനെ വിളിച്ചു. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഞാനിതങ്ങ് കളയാണ്. അപ്പോൾ നമ്മളെന്താ ഫസ്റ്റ് എക്സിക്യൂട്ടിന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് സ്ട്രിങ് ആണ്, മറ്റൊന്ന് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അബു ഹാരിസ് ആണ്. അതേപോലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ് ആണ്. അപ്പോൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റിട്ടേണിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രീറ്റ് ഇത് വരുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീറ്റിലേക്ക് പോകുന്നു. ഗ്രീറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ അവസാനത്തെ റിസൾട്ട് ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ now it executes the greet function with Abu Haris as the data. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു. the end result is the return value of the greet function. കാരണം അതാണ് ഇന്നർ ഫംഗ്ഷൻ. ഫംഗ്ഷനാണല്ല ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ ദാറ്റ് ഈസ് എന്താണ്? ഹലോ അബു ഹാരിസ് എന്ന് വരണം. അത് കഴിഞ്ഞിട്ടെന്ന് ഞാനിത് പറഞ്ഞ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അവിടെ എത്തി ഹലോ അബു ഹാരിസ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് റിട്ടേൺ കിട്ടിയ എന്ന് വെച്ചാൽ കിട്ടിയ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രിൻറ്റ്സ് ദി റിട്ടേൺ വാല്യൂ ഓഫ് ദി ഗ്രീറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഇത് കമൻറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ നടക്കുവാണെങ്കിൽ ഇത് കിട്ടണം നമുക്ക്. റൺ ചെയ്യുന്നു. ഓക്കെ, ദ ഡേറ്റ ഈസ് അബു ഹാരിസ് ആൻഡ് ദി ടൈപ്പ് ഈസ് ഹലോ അബു ഹാരിസ്. സോറി, ഇതല്ല വരേണ്ടത്, കാരണം ഇതിലേക്കാണ് വരേണ്ടത്. കാരണം എക്സിക്യൂഷൻ്റെ റിസൾട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇൻ്റർപോളേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. അതായത് ദി എൻഡ് റിസൾട്ട് അല്ല, നമ്മൾ അബു ഹാരിസിന് ഡേറ്റ കൊടുത്തു. അടുത്ത ചെയ്യുന്നത് എന്താണ്? 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്ന ഒരു കാര്യം, ദിസ് വാല്യൂ, അതായത് ദിസ് ഇൻ്റർപോളേറ്റ്സ് റിയൽ എക്സിക്യൂഷൻ ഓഫ് ദി ഗ്രീറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ? ഗ്രീറ്റ് ഫംഗ്ഷൻ ഇവിടെയാണല്ലോ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഈ വാല്യൂവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പറയും ഇതാണ് ശരിക്കുമുള്ള അവസാനത്തെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു, ആ ഫംഗ്ഷനെ തിരിച്ചുകൊണ്ടിടുന്നു. എന്നതിന് ശേഷം പറഞ്ഞു ഇതാണ് റിട്ടേൺ വാല്യൂ. എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്തത്? എ ഫംഗ്ഷൻ ഹാസ് ബീൻ ഇൻക്ലൂഡഡ്, ഫംഗ്ഷൻ ഹാസ് ബീൻ പാസ്ഡ് as an argument into another function. ഓക്കെ, ഇത്രേ ചെയ്തിട്ടുള്ളൂ. അത്ര 9 മിനിറ്റായി. ഞാൻ 3 ഫീച്ചറിനകത്ത് 2 സിമ്പിളാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തതിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്തു നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഞാൻ പറയുന്ന പോലെ define a function
വിച്ച് ഹാസ് സിംഗിൾ റെസ്പോൺസിബിലിറ്റി. ഒറ്റ ഉത്തരവാദിത്തമേ കാണാൻ പാടുള്ളൂ ആ ഫംഗ്ഷനകത്ത്. അതെന്താണ്? ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ അഡീഷൻ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ യൂസർ ഗ്രീറ്റ് ദ യൂസർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്രീറ്റിംഗ് തന്നെ എടുത്തിട്ട് ഗ്രീറ്റ് ദ യൂസർ. അപ്പോൾ ഗ്രീറ്റ് ദ യൂസർ ആവണമെങ്കിൽ എന്താണ്? ഒരു ആർഗ്യുമെൻ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ആദ്യം കോൾ ചെയ്ത് നോക്കുക. അതേപോലെ ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. ഗ്രീറ്റ്, അതേപോലെ തന്നെ ഗ്രീറ്റ് വിത്ത് പാരാന്തസിസ്, അതായത് ഡെഫിനിഷൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ കോളിംഗ്, അതേപോലെ തന്നെ മറ്റേത് ഫംഗ്ഷൻ എക്സിക്യൂഷൻ. ഈ 2 കാര്യങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കാരണം ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് ഒരു മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കാം. അത് നമ്മൾ റാപ്പേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അത് ഇച്ചിരി ടഫാണ്. ഈ പറഞ്ഞതുപോലൊന്നും അല്ല. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഞാനൊരു ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞത്. അത് 4മത്തെയാണ്. ഇതിനകത്ത് ഞാൻ തെറ്റിപ്പോയതാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് തീർന്നു. പക്ഷേ മറ്റേതിനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീരത്തില്ല. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കൊടുത്തത് തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റേ നിങ്ങൾക്ക് മനസ്സിലാവാനേ പോകുന്നില്ല 100%. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ എനിക്ക് വീണ്ടും റീ റെക്കോർഡ് ചെയ്തതിന് കുഴപ്പമില്ല. ഇത് മനസ്സിലാവാതെ വരുവാണെങ്കിൽ മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബു ഹാരിസ് എന്തുകൊണ്ടാണ് ഞാനിത് പ്രൂവ് ചെയ്യാനായിട്ടില്ല. കാരണം നിങ്ങളിത് പറയാതെ എനിക്കൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഞാനാണ് ഏറ്റവും നല്ല ട്രെയിനറെന്ന്. കാരണം ഇങ്ങനൊരു സാധനം ഞാൻ ChatGPT എടുത്ത് ചോദിക്കാൻ പറ്റത് അരമണിക്കൂറാണ്. കാരണം പറഞ്ഞത് എനിക്ക് വേണ്ടതല്ല തരുന്നത്. പിന്നെ ഞാൻ റിവേഴ്സ് എഞ്ചിനീയർ, ഞാൻ എൻ്റെ പ്രോംപ്റ്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസം കാണിച്ചു തരാം. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പ്രോംപ്റ്റ് കൊടുത്തത് എവിടെയായിരുന്നു? വേണമെങ്കിൽ കാണിച്ചു തരാം. പൈത്തൺ എന്നോട് പറഞ്ഞൊരു കാര്യം. അങ്ങോട്ടേ പോകുന്നത് അതുകൊണ്ട് ഞാനത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ആവാണ്. ഉണ്ടോ? എക്സലൻറ്റ് ഫോളോ അപ്പ്. യു ആർ തിങ്കിങ് ലൈക്ക് എ പൈത്തൺ ഇൻ്റർപ്രിറ്റർ നൗ. ഞാൻ ചോദിക്കുന്ന അങ്ങനെ ഒരു സാധനമാണ്. ഞാനല്ലാതെ എനിക്ക് വേണ്ടത് എൻ്റെ എക്സിക്യൂഷൻ ടോപ്പ് ഡൗൺ ഏതാണ് ആദ്യം വന്നത്, അവസാനം വന്ന ഏതാണ്, എന്തിനാണ് അതങ്ങനെ വന്നത്. എൻ്റെ പ്രോംപ്റ്റ് കണ്ടറിയാം. ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ സീനിൽ എന്ത് നടക്കും, എൻ്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി അടിച്ചാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സാധനം നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. നിങ്ങൾ വെറുതെ എഴുതി വെച്ചിട്ടുള്ളൂ. കാരണം ഞാനിതൊരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവസാനം ഞാനിത് പഠിച്ചെടുത്തത് ഇങ്ങനെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേറൊരു മെറ്റീരിയലും ഇത് ഇൻ്റർനെറ്റിൽ ഇപ്പോഴും അവൈലബിൾ അല്ല. ഈ പറഞ്ഞ ഡെക്കറേറ്റേഴ്സും റാപ്പേഴ്സും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. എനിക്ക് റാപ്പേഴ്സ് എന്താണ്, ഇത് ഔട്ടർ ഫംഗ്ഷൻ ഇന്നർ ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ നിങ്ങൾ കണ്ടു നോക്ക്. ഡെക്കറേറ്റേഴ്സ്, റാപ്പേഴ്സ്, അതേപോലെ പറഞ്ഞ ഫംഗ്ഷൻ വിത്തിൻ്റെ ഫംഗ്ഷൻ ആസ് ആൻ ആർഗ്യുമെൻറ്റ്, ഇതൊക്കെ കൊടുത്തു നോക്ക്. നിങ്ങൾക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു സാധനം, റിസോഴ്സ് കിട്ടത്തില്ല. അപ്പം ഞാൻ കൊടുത്തേക്കുന്ന പ്രോംപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവസാനം എന്താണ് ലാസ്റ്റ് പറഞ്ഞ പൈത്തൺ ഇൻ്റർപ്രിറ്റർ, പിന്നെ അത് പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയറിങ്. ഞാൻ ചെയ്യുന്നതെല്ലാം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. എങ്ങനെയാണ് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വരുന്ന ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ഉണ്ടല്ലോ, കണ്ടോ? അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തത്, സെക്കൻഡ് ഫംഗ്ഷൻ എവിടെയാണ് കോൾ ചെയ്തത് എന്ന് പറഞ്ഞു പോകുന്നൊരു സാധനം മനസ്സിലായിട്ടില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള സാധനമാണ് ഞാനെടുത്ത് ഇതിലേക്ക് ഇട്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു ബേസിക് ബിഗിനേഴ്സിനെ സംബന്ധിച്ചും പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഉണ്ടോ? ഞാൻ ഫൈനൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ് ഇത് ഞാൻ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇത് എത്തുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇത് മനസ്സിലാവാതെ നമ്മൾ അപ്പുറത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ചെയ്ത റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് വാട്ട് ഹാപ്പൻ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നടന്നു, അതാണ് ഈ പറഞ്ഞ സ്റ്റെപ്സ്. നമ്മളൊരു സിംഗിൾ എക്സിക്യൂഷൻ നടക്കുമ്പോൾ പറയുകയാണ് ആ ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് തീർക്കുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്തു 6 സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട് ഇവിടെ. 6 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അതാണ് എന്നെ സ്പെഷ്യലാക്കുന്നതും. ഞാനിപ്പോഴും പറയുന്നു ഞാൻ പൈത്തൺ പഠിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. 6 മാസം പോലും ആയിട്ടില്ല പൈത്തൺ ശരിക്കും പഠിച്ചത്. എന്ന് വെച്ചാൽ ഈ ഫീച്ചർ ഞാൻ നിങ്ങളെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. എൻ്റെ ട്രെയിനിങ് ബൂട്ട് ക്യാമ്പിൽ പോലും ഞാൻ ഇത് പഠിപ്പിച്ചിട്ടില്ല.
എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയും ചിലപ്പോൾ റിഫൈൻ ചെയ്യുന്ന പറയുന്ന കാര്യം നിങ്ങളെ പഠിപ്പിച്ചു, ഇത് ഞാൻ പിന്നെ ഒന്ന് കണ്ടു നോക്കുമ്പോഴായിരിക്കും ഇതല്ലല്ലോ മെത്തേഡ്, ഇനിയും മെത്തേഡ് മാറ്റണം എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ മെത്തേഡ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൈത്തൺ ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തൊരു ടൂളാണ്. പഠിപ്പിച്ചു, പ്രോ ആയി, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾ എനിക്ക് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാനിത് പ്രൂവ് ചെയ്തു. ഇനി എനിക്ക് പൈത്തണിനെയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് വേറെ ടെക്നോളജീസ് ഉണ്ട്. ഞാനൊരു ക്ലൗഡ് എഞ്ചിനീയറാണ്. ക്ലൗഡ് ടെക്നോളജീസ് ഒരുപാട് ഇങ്ങനെ പുറകിൽ കിടപ്പുണ്ട്. അത് പഠിപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇനി അടുത്ത ഡോക്കർ, എക്സൽ ആൻഡ് ഡാറ്റ അനാലിസിസ് വരുന്നുണ്ട്. അതേപോലെ ക്യൂബർനൈറ്റീസ് വരുന്നുണ്ട്. AWS ക്ലൗഡ് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ആൻസിബിൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ്. ആൻസിബിൾ, ഗിറ്റ്, അതിലേറെ ഫേവറേറ്റാണ് ഈ പറഞ്ഞത്. ഗിറ്റ്, ടെറാഫോം, ജെൻകിൻസ് CI/CD പൈപ്പ്ലൈൻസ്, കോൺകോർഡ് CI/CD പൈപ്പ്ലൈൻസ് എന്ന് വെച്ചാൽ ഗിറ്റ് ലാബ്സ് CI/CD, ഗിറ്റ് ഹബ് CI/CD, യാമൽ, പറഞ്ഞ പോലെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പറഞ്ഞാലും തീരാത്ത കുറേ ടെക്നോളജീസ് ഉണ്ട്. അതൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, അറിയാത്തൊരു സാധനം പഠിപ്പിച്ച് നിങ്ങളെ അറിയിക്കലാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഞാൻ ആ പറഞ്ഞ റിച്ചാർഡ് ഫെയ്മാൻ പറഞ്ഞതുപോലെ ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ് ടീച്ച് ഇറ്റ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയെ പോലും മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് സാധനം എടുത്ത് ഞാൻ ഇതിനകത്തിട്ടേണ്ട കാരണം അതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്തതിലേക്ക് ഞാൻ കയറത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് സ്വിച്ച് ചെയ്യും. ക്ലാസ്സാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾസ് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു API സെർവറിൻ്റെ ഒരു വെബ് ഫ്രെയിം വർക്ക്സിൻ്റെ ഒരു യൂസ് കേസ് നോക്കിക്കൊണ്ട് നമുക്ക് നിർത്തി ഈ പ്ലേലിസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എന്തായാലും കണ്ടതിന് ശേഷം അത് സമയമെടുത്ത് കാണുക. ഞാൻ പറഞ്ഞ ഓരോ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടാസ്കിലേക്ക് കയറാൻ പാടുള്ളൂ. അതുപോലെ ഈ പറഞ്ഞ ലാസ്റ്റത്തെ ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മീറ്റ്. സീ യു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.